പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര കഥയുടെ മറ്റൊരു അടിപൊളി തകർപ്പൻ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഉർവശി ഉർവശി എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ. ഉർവശി ആരാണ് ഉർവശി? എന്താണ് ഉർവശി? ഉർവശി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എത്ര അർത്ഥങ്ങളുണ്ട്? നമുക്കൊന്ന് നോക്കിയാലോ. ആ വാക്കിൻ്റെ ശരിയായ ഉച്ചാരണം ഉറബസി എന്നാണ്. എഴുതുമ്പോൾ ഉറബസി എന്നാണ് വായിക്കുക. എന്താണ് ഉറബസി? ഉർവശി എന്ന് നമ്മൾ പറയും. ഉർവശി എന്ന് ഹിന്ദിയിലും പറയും, അത് നമ്മൾ മലയാളത്തിലും ഉർവശി എന്ന് പറയും. ഉറബസി എന്നാണ് അത് അതിൻ്റെ മൂല ശബ്ദം. ഉറബസി, ഉർവശി. മലയാളത്തിലും ഹിന്ദിയിലും ഉർവശി എന്ന് തന്നെ പറയും. ഉർവശി ആരാണ് നമുക്കറിയില്ലേ? ഉർവശി ആരാണ്? ഒരു അപ്സരസാണ് അല്ലേ? ഒരു അപ്സരസാണ്, സ്വർഗവാസിയാണ്. സാധാരണ ഭൂമിയിലുള്ളവർ നമ്മൾ അപ്സരസ് എന്ന് പറയാറില്ലല്ലോ. സ്വർഗവാസിയാണ്, അതീവ സുന്ദരിയാണ്. കണ്ടു കഴിഞ്ഞാൽ ആ പുരുഷന്മാർ അപ്പം മയങ്ങി വീഴും, പിന്നെ ബോധം ഉണ്ടാവില്ല. പിന്നെ മുഴുവനും അപ്സരസിനെ കുറിച്ച് മാത്രമാണ് ചിന്ത ഉണ്ടാവുക. അപ്സരസിൻ്റെ രൂപം മാത്രമാണ് ഉണ്ടാവുക. അവളുടെ പുറകെ അനുധാവനം ചെയ്യും. എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോകും. അത്രമാത്രം വശ്യശക്തിയുള്ള ഒരു സ്ത്രീയാണ് അപ്സരസ്. അപ്സര, അപ്സര, ഉർവശി, ഉർവശി. കഴുത്തിലെ മാലയ്ക്കും പറയും ഉർവശി എന്ന്. എന്താണ് ഉർവശി? കഴുത്തിലെ മാലയ്ക്കും പറയും. ഗലേക്ക ഹാർ എന്നാണ് ഹിന്ദിയിൽ പറയുക. ഗലേക്ക ഹാർ, കഴുത്തിലെ ഹാരം. ഗലേക്ക, ഗലേക്ക ഹാർ, ഗലേക്ക ഹാർ, കഴുത്തിലെ ഹാരം, കഴുത്തിലെ മാല. എന്താണ് ഉർവശി, ഉർവശി, അപ്സര, ഗലേക്ക ഹാർ. ഇനിയുണ്ട് ഹൃദയമേ ബസാഹുവ, ഹൃദയമേ ബസാഹുവ. അപ്പോൾ ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ വസിക്കുന്നതാണ്. അപ്പോൾ ഈ അപ്സരസിനെ ഉർവശിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല, പിന്നെ ഹൃദയത്തിൽ കയറിക്കൂടും. അതാണ് അങ്ങനെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉർവശി എന്നൊക്കെ പേര്, ഉർവശി എന്ന പേര്, ഉർവശി എന്ന പേര്, അപ്സര എന്ന പേരിൻ്റെയൊക്കെ അവസാന അർത്ഥം എന്താണ്? ഹൃദയത്തിൽ വസിക്കുന്നത്, ഹൃദയത്തിൽ വസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് NS പിള്ള എന്നാണ്. ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി. അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ്. വീട്ടമ്മമാർ, സാധാരണ ജോലിക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ. പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിന് ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ്. വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.